ബ്രോ ഡാഡിയിൽ പുള്ളി ലാലേട്ടൻ്റെ കൂടെ ഒരു പാട്ട് പാടും. പാട്ട് പാടി കഴിഞ്ഞ് പുള്ളി സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഉടനെ തന്നെ മല്ലിക ആൻറ്റിയുടെ ഫോൺ വന്നു. മോനെ ലാലിൻ്റെ കൂടെ രാജു പാടിയ പാട്ടില്ലേ, അതെനിക്കൊന്ന് ഇപ്പം അയച്ചോ, എനിക്കത് കേൾക്കാൻ മുട്ടിയിട്ട് വയ്യാന്നോ. അപ്പോൾ ഞാൻ പറഞ്ഞ ആൻറ്റി അയച്ചു തരാം, ഒരു കുഴപ്പമില്ല, ഒന്ന് ശരിയാക്കാനുണ്ട്, കാരണം പാട്ടല്ല ഓർക്കസ്ട്രേഷനൊക്കെ ഇപ്പോൾ ഒരുമാതിരി ഇരിക്കുകയാണ്, ഒന്ന് മിക്സൊക്കെ ചെയ്ത്. അപ്പം അടുത്ത് പറഞ്ഞു അത് പെട്ടെന്നാക്കി എനിക്കത് കേൾക്കണം, അല്ല എനിക്ക് ഇന്നേ വരെ ഇപ്പം പാടിയ വേറെ പാട്ട് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ, ഇത് ലാലിൻ്റെ കൂടെ പാടിയ പാട്ടല്ലേ, അപ്പോൾ എനിക്ക് കേൾക്കാൻ തോന്നുന്നു. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് പൃഥ്വി എവിടെ ഓടിച്ച് പോകുന്നത് വഴിക്ക് എന്നെ വിളിച്ചു. ഇതൊക്കെ ആയ ഉടനെ തന്നെ എനിക്കൊന്ന് അയച്ചു തരണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതേ ഇപ്പം മല്ലിക ആൻറ്റി വിളിച്ച് വെച്ചതേ ഉള്ളൂ, മല്ലിക ആൻറ്റി കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നിട്ട് അയച്ചു കൊടുത്തോ? ഞാൻ പറഞ്ഞില്ല, അതിപ്പോൾ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക, ഒരിക്കലും അയച്ചു കൊടുക്കരുത് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താ? അപ്പം ഇനി ഈ പാട്ട് ഇറക്കേണ്ട ആവശ്യമില്ല, എല്ലായിടത്തും എത്തിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറഞ്ഞാൽ എങ്ങനെയാണ്, അമ്മയല്ലേ. എന്നാൽ പുള്ളി പറഞ്ഞു ഞാൻ ഡയറക്ടറാണ് പറയുന്നത്, ഈ കാര്യത്തിൽ നിങ്ങൾ ഡയറക്ടർ പറയുന്നത് കേൾക്കുക, അമ്മയ്ക്ക് ഇപ്പം അയച്ചു കൊടുത്താൽ ശരിയാവില്ല, ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് പറഞ്ഞു. അപ്പം പുള്ളി ആ കാര്യങ്ങൾ വരുമ്പോൾ പുള്ളി അമ്മയ്ക്ക് പോലും അയച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞു. അയച്ചു കൊടുത്തു, അത് വേറെ കാര്യം. പക്ഷെ പുള്ളിയുടെ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. പുള്ളി അതെ, അത്രയും പ്രൊഫഷണൽ ആയിട്ടാണ് പുള്ളി കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്.